ചോദ്യങ്ങളുണ്ട്. എനിക്ക് KSU പ്രതിനിധിയോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം. ഈ അടുത്ത കാലത്ത് യൂത്ത് കോൺഗ്രസ് വളരട്ടെ, അതൊക്കെ ശരിയാ, വളരുമല്ലോ. ഈ KSU അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ആയെങ്കിലും ഈ കഴിഞ്ഞ 2 പിണറായി ഭരണകാലത്ത് കേരളത്തിൽ നടത്തി ഏതെങ്കിലും ഒരു ജനാധിപത്യ സമരത്തിന്റെ ഒരു മുദ്രാവാക്യം, ജനാധിപത്യപരമായി നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു സമരത്തിന്റെ മുദ്രാവാക്യം ഒന്ന് പറയാമോ? അപ്പൊ ചേട്ടാ, ആ ചോദ്യത്തിന് മറുപടി പറയൂ. കഴിഞ്ഞ 7.5 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ ഒരു സമരത്തിന്റെ ഒരു ജനാധിപത്യപരമായ മുദ്രാവാക്യം പറയാമോ എന്നാണ് ചോദ്യം. എത്ര മുദ്രാവാക്യം പറയാം? സമര കാഹളം എന്ന മുദ്രാവാക്യം യൂത്ത് കോൺഗ്രസ് ഉയർത്തിയിട്ടുണ്ട്. സമര കാഹളം എന്ന് പറയുന്ന മുദ്രാവാക്യം യൂത്ത് കോൺഗ്രസ് അടുത്ത കാലത്ത് ഈ അടുത്ത സമയത്ത് ഉയർത്തിയ മുദ്രാവാക്യത്തിന്റെ കാര്യമാണ്. സമര കാഹളം എന്ന് പറഞ്ഞ ഈ ഗവൺമെന്റിന്റെ സമര കാഹളം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞത്. ഫൈസൽ നോർമൽ, ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് നിയമനം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഒരു സമരം യൂത്ത് കോൺഗ്രസ്, അതായത് ഷാഫി പറമ്പിൽ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഷാഫി നിരാഹാരം കിടന്നിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയില്ലേ? അതായത് ഇത്രേ ഉള്ളൂ, യൂത്ത് കോൺഗ്രസിനെ രാഷ്ട്രീയ മറവിയിലേക്ക് കൊണ്ടുപോകരുത് എന്നുള്ളതാണ് പറഞ്ഞതിന്റെ ഉത്തരം. യൂത്ത് കോൺഗ്രസിനെ രാഷ്ട്രീയ മറവിയിലേക്കല്ല കൊണ്ടുവന്ന അവര് ഈ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരങ്ങളും മുദ്രാവാക്യങ്ങളും ഒന്നും അവര് കാണില്ല. ഇപ്പോൾ ഈ അടുത്ത സമയത്തെ കാര്യം പറയാം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ചാർജ് എടുത്തതിന് ശേഷം എത്ര ജില്ലകളിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്? 20-ാം തീയതി വലിയ മാർച്ച് വരാം. 20-ാം തീയതി മാർച്ചുണ്ട്. നിങ്ങൾ 20-ാം തീയതി വലിയ മാർച്ച് കാണാൻ പോവാ. എന്താ ചോദ്യമുള്ളത്? BJP പ്രതിനിധിയോട്, കോൺഗ്രസിനോട്, CPM-നോട് എന്തോ മാർച്ചാണ്? അതായത് പ്രതിഷേധത്തിനെതിരെ, അതായത് ഈ സർക്കാർ ആക്രമിക്കുന്നതിനെതിരെ, അംഗരക്ഷകന്മാർ ആക്രമിക്കുന്നതിനെതിരെ. കോൺഗ്രസ്സുകാരല്ലേ, അവരെ മാർച്ച് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം. അവരെന്ത് മാർച്ച് നടത്തുന്നു, ഒരു 10 മിനിറ്റ് കൊണ്ട് അവരെ മാർച്ച് കഴിയും. അത്രേ ഉള്ളൂ. 10 മിനിറ്റ് കൊണ്ട് ഹ്രസ്വകാല മാർച്ചുകളായിരിക്കുമെന്നാണ് പൊതുവെ പറയുന്നത്.